ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന് ഈ വിശുദ്ധ ഖുർആൻ പിടിച്ചിട്ട് ഫിറോസ് സത്യം ചെയ്യണം. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഒരു സ്ഥാപനം നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മളെ ഏൽപ്പിച്ചു. പ്രശ്നം ഉണ്ടായപ്പോൾ അയാൾ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അത് വെച്ചിട്ടാണ് സിറിയക് ജോസഫ് എന്ന് പറയുന്ന അന്നത്തെ ലോകായുക്തയെ ഇവർ സ്വാധീനിച്ചത്. ഈ സിറിയക് ജോസഫ് ആരാന്നുള്ളത് ഞാൻ പിന്നീട് പരിശോധിച്ചു. ഓരോ സന്ദർഭം വരുമ്പോഴാണല്ലോ പരിശോധിക്കുക. അത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്, ഐസ്ക്രീം പാർലർ കേസിൽ ഇദ്ദേഹം ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ആ ബന്ധത്തിൽ സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് എനിക്കൊരു നോട്ടീസ് അയക്കാതെ എന്നെ കേൾക്കാതെ ഒരു വിധി അന്ന് പുറപ്പെടുവിക്കാനുണ്ടായത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറപ്പെടുവിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് ശേഷമായത് അന്ന് മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷൻ്റെ വക്കീൽ കാളീശ്വരം രാജ് ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് അവർ വെച്ച ദിവസത്തിൽ തനിക്ക് ഹാജരാവാൻ പറ്റില്ല, കാരണം സുപ്രീം കോടതിയിൽ കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയച്ചതുകൊണ്ട് മാത്രമാണ് ആ വിധി പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം ആയത്. അതിനു മുമ്പ് വിധി പറയിപ്പിക്കാനായിരുന്നു തീരുമാനം. ഈ സിറിയക് ജോസഫിന് അന്ന് ഈ ഐസ്ക്രീം കേസിൽ വിധി പറഞ്ഞതിൻ്റെ പാരിതോഷികം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ ഭാര്യ ജാൻസി ജെയിംസിനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കുകയുണ്ടായി. ഇതൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ എനിക്കെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും ഈ സിറിയക് ജോസഫോ ജാൻസി ജെയിംസോ അയച്ചിട്ടില്ല. കാരണം അയച്ചാൽ ആ തെളിവുകൾ മുഴുവൻ എനിക്ക് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി പറ്റും. കൃത്യം 6 മാസം 58 ദിവസം ഈ വൈസ് ചാൻസലർ പദവി ഏറ്റെടുത്തതിന് ശേഷം 58 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വിധി പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ സിറിയക് ജോസഫ് വളരെ കണ്ണിങ് ആയിട്ടുള്ള ആളാണ്. സിറിയക് ജോസഫ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ, അതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് വന്നു. അതിലും സിറിയക് ജോസഫ് പറയപ്പെട്ടിരുന്നു. സിറിയക് ജോസഫ് കർണാടകയിൽ ജഡ്ജിയായിരുന്ന സമയത്ത്, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് അങ്ങോട്ട് ഇവിടെയുള്ള ചില വക്കീലന്മാർ പ്രാക്ടീസ് മാറ്റിയതും അവിടെ കേന്ദ്രീകരിച്ച് ഇദ്ദേഹത്തിൽ നിന്ന് വിധി വാങ്ങിക്കൊടുക്കാൻ പണം വാങ്ങിയതുമൊക്കെ വലിയ ആക്ഷേപങ്ങളായിട്ട് അന്ന് ഉയർന്നു വന്നിരുന്നു. അന്നും ഞാനത് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കെതിരെ ഒരു തരത്തിലുള്ള വക്കീൽ നോട്ടീസോ മാനനഷ്ട കേസോ ആരും കൊടുത്തിട്ടില്ല. ഒരാൾ. എന്താണത് കൊടുക്കാത്തത്? ഞാൻ അന്ന് ആക്കിയെന്ന് പറയുന്ന എൻ്റെ ബന്ധു KT അദീബ് ഇപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുമായിട്ട് സംസാരിക്കുന്ന വിഭാഗത്തിൻ്റെ ചീഫ് മാനേജറാണ്. കൊച്ചിയിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ് ഈ അയോഗ്യൻ എന്ന് ഇവർ പറഞ്ഞ വ്യക്തി. മൈനോറിറ്റി ഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു അയാളെ നമ്മൾ കൊണ്ടുവന്നത്. അല്ലാതെ അയാൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. പണിയും തെളിയില്ലാത്ത ഒരാളായിരുന്നില്ല അയാൾ അന്നും ഫെഡറൽ ബാങ്കിൽ മാനേജറായിരുന്നു. ഇപ്പം അയാൾ ലക്നൗ IIM-ൽ നിന്ന് MBA ബിരുദമെടുത്ത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ ചീഫ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഫിറോസ് ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ നേതാക്കന്മാരോട്, അവർ ലീഗുകാരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, മതം, വിശ്വാസം ഇതൊന്നും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന് ഈ വിശുദ്ധ ഖുർആൻ പിടിച്ചിട്ട് ഫിറോസ് സത്യം ചെയ്യണം. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു.
ഈ ഖുർആൻ പിടിച്ച് അവർ സത്യം ചെയ്യട്ടെ, ഞാൻ ഈ പറഞ്ഞതൊന്നും ശരിയല്ല, തെറ്റാണ്. ജഡ്ജി സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് നേടിയെടുത്ത വിധിയാണ്. എനിക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതെ, എനിക്കൊരു നോട്ടീസ് അയക്കാതെ, എന്നെ കേൾക്കാതെ ഞാൻ സത്യം ചെയ്യാം. എൻ്റെ മുന്നിൽ അന്നുണ്ടായിരുന്നത് ഒരുപാട് രൂപ കടം കൊടുത്ത് കിട്ടാതെ ഇരുന്ന ഒരു സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു. അത് ഞാൻ ഈ ഖുർആൻ പിടിച്ച് തന്നെ സത്യം ചെയ്യാം. അല്ലാതെ ജോലിയില്ലാത്ത, പണിയില്ലാത്ത എൻ്റെ ഒരു ബന്ധുവിന് ജോലി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമേ ആയിരുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നോട്ടീസ് കൊടുത്ത് പണം തിരിച്ചു പിടിക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനെയാണ് വക്രീകരിച്ച് എന്നെ സ്വജനപക്ഷപാതിയാക്കി ഇദ്ദേഹത്തെ കൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ച് അന്ന് കാവൽ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. എന്ത് മോശമായിട്ടുള്ള പണിയും എടുക്കാൻ, ഏതാളുകളെയും സ്വാധീനിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞല്ലോ, ഈ ഖുർആൻ പിടിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നു, എൻ്റെ MLA-യുടെ സാലറിയും അലവൻസും അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്നും എനിക്ക് 5 പൈസ വരുമാനമായി കിട്ടുന്നില്ല. ഈ ഖുർആൻ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫിറോസ് എന്നാൽ ഇതേ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചത് പറയട്ടെ. ഇതില് ഗോൾഡ്, സ്വർണം കടത്തി എന്നാണല്ലോ പറഞ്ഞത് ഖുർആന്റെ മറവിൽ. അപ്പൊ ഞാൻ വലിയ കോടീശ്വരനാവണല്ലോ. അപ്പൊ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇവരെ പോലെയുള്ള തട്ടിപ്പും തരികിടയും ജീവിത മുദ്രയാക്കിയിട്ടുള്ള, മുഖമുദ്രയാക്കിയിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ കഴിയില്ല. ഞാൻ മാത്രമല്ല, ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് ആത്മാർത്ഥമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ. ആ ആളുകൾക്കെതിരെയൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് ഇത്യാദി കുതന്ത്രങ്ങളാണ്. ആ കുതന്ത്രങ്ങൾ തിരിച്ചറിയണം.